ഹലോ, ഇത് പിന്നെയും ഒരമ്പലത്തിലേക്കുള്ള പോക്ക് തന്നെയാണ് കേട്ടോ. അപ്പം നവരാത്രിയോടനുബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്കായിട്ടുള്ളൊരു പൂജയുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകണേട്ടോ. ഈ അമ്പലത്തിലേക്ക് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഒരു 10 മിനിറ്റ് അപ്പുറം കേട്ടോ ഈ അമ്പലം ഞാൻ ഇതിന് മുന്നേ എൻ്റെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഞങ്ങളെല്ലാവരും അമ്പലത്തിലൊക്കെ എത്തി, ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് ഞങ്ങൾ ആദ്യമായിട്ട് എത്തണത്. അങ്ങനെ ദേ ഞങ്ങൾ പൂജ നടക്കുന്ന ഹാളിലേക്കാണ് കേട്ടോ വന്നിരുന്നത്. ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ടീച്ചർമാരൊക്കെ ഈ സമയമാകുന്നത് വരെയുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ പോണേ കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മുടെ തമ്പുരു മോള് ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളൊരു കുട്ടിയാണ് കേട്ടോ. പുള്ളിക്കാരത്തി അവിടെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള തുളസിയും പൂവും ഒക്കെ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്തോട്ടെ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചും കുറേ പൂവും അതുപോലെ തന്നെ ഇതൊക്കെ കിളിയൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അത് പൂജയൊക്കെ തുടങ്ങാനായി. വിദ്യാരാജഗോപാല മന്ത്രപൂജയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ഒരു ദേവി പ്രസാദിക്കണം. സരസ്വതീ ദേവിയുടെ പ്രസാദം ഉണ്ടെങ്കിൽ മാത്രമേ അറിവ് നമുക്ക് വിദ്യയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ സംസാരത്തിലും ഒക്കെ നമുക്ക് അതുണ്ടാകണമെങ്കിൽ ദേവിയുടെ കടാക്ഷം ഉണ്ടാകും. അപ്പം അതുകൊണ്ടാണ് തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഒരു പുഷ്പം എടുത്താൽ കിടക്കത്തിൻ്റെ ആ പൂവിൽ അങ്ങനെ ദേ നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും തീർത്ഥമൊക്കെ വാങ്ങിച്ചു. നടയിൽ വന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇനിയുള്ള വർഷം, ഈ ഒരു വർഷം, ഇനി വരുന്ന വർഷമൊക്കെ എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അല്ലേ. എല്ലാ വർഷങ്ങളും പുതിയ തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ ഇതേ നമ്മുടെ പൂജയ്ക്കിരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും പ്രസാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജപിച്ച ചരടുണ്ടായിരുന്നു, അതുപോലെ തന്നെ തേനും വയമ്പും നെയ്യ്, പിന്നെ എന്താ പറയുക പെൻസില്, പേന, റബ്ബർ, അങ്ങനെ കുറേ ഇതൊക്കെ പിള്ളേർക്ക് കിട്ടിയിട്ടോ. പൂജയ്ക്കിരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. പിന്നെ അതേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ കൈകൊണ്ട് തുന്നിയതാണ് കേട്ടോ. ഇതൊരു അവിടുത്തെ കൊടിമരത്തിലിടാൻ വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് തുന്നിയ ഒരു ഹനുമാൻ്റെ രൂപം ആ കാണുന്നത്. പിന്നെ ദക്ഷിണയും കാര്യങ്ങളൊക്കെ വെച്ചു. അതുപോലെ തന്നെ അവർക്ക് പ്രസാദം, അപ്പോൾ ഓരോ ദിവസം ഓരോ ധാന്യങ്ങളാണ് കേട്ടോ പ്രസാദം ഊട്ടിന് കൊടുക്കുന്നത്. ധാന്യങ്ങൾ വേവിച്ചതും അതുപോലെ തന്നെ ശർക്കര പായസമാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും തന്നെയുണ്ട് കേട്ടോ. ഇന്ന് കടലയായിരുന്നു കേട്ടോ. അപ്പം ഞാനും വാങ്ങിച്ചു. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ പ്രസാദം. അപ്പം ഞാനും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ.